ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിച്ച സംസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകളും വിവിധ ജില്ലകളിലായി എസ്എഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. എസ്എഫ്ഐ നാളെ രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. കെഎസ്യുവും എഐഎസ്എഫും ഇന്ന് പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. ചോദ്യപേപ്പർ ചർച്ചയിൽ ഇന്നും വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരത്ത് ലോക്ഭവനിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പ്രക്ഷോഭം വലിയ തോതിൽ സജീവമായി, വൻ പങ്കാളിത്തം അതിന്റെ ഭാഗമായി ഉണ്ടായി. അപ്പോ കണ്ടില്ല എന്ന് നടിച്ച് മാറി നിന്നവർക്കും ഞങ്ങൾ കാണുന്നു എന്ന ഭാവേന ഇടപെടേണ്ടതായി വന്നു. കൊച്ചിയിൽ BSNL ഓഫീസിലേക്കാണ് എസ്എഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു. ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട്ടും കാസർകോട്ടും പോസ്റ്റ് ഓഫീസിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. വയനാട് കൽപ്പറ്റയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കെഎസ്യുവും എഐഎസ്എഫും സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.